നമ്മളിൽ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്, സഭയെ കൊണ്ട് ദൈവം എന്താണ് ചെയ്തെടുക്കാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് യാഥാർത്ഥ്യമായി പരിശുദ്ധാത്മാവ് നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈ ഭൂമിയിൽ ദൂതന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം മനുഷ്യരായി ഞങ്ങളെ തേടി ഞങ്ങളെ കാലാകാലങ്ങളിലായി ഞങ്ങളെ രക്ഷിച്ച് കർത്താവിന്റെ തിരുരക്തത്തിനാൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. ഓ കർത്താവേ, നിന്നോട് അടുത്ത് ജീവിപ്പാൻ തന്റെ ഭാഗ്യത്തെ ഓർത്ത് പ്രാർത്ഥനയില് ദൈവത്തിന്റെ തിരുപ്രസന്നം, ദൈവത്തിന്റെ വലിയ കരം രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ ഞങ്ങളോട് സംസാരിച്ച ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറന്നു യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാം. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കാം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. മതി. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. ദൈവം ഈ തിരുവചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ അവനെ പ്രസാദിപ്പിച്ചുകൊള്ളും. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ എന്തിനാണ് തേടി വന്നത്? മനുഷ്യനെ എന്തിനാണ് ഇത്രത്തോളം സകല സൃഷ്ടികളെ കാട്ടിലും അധികമായി ദൈവം സ്നേഹിക്കുന്നത്? അവന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റെല്ലാ സൃഷ്ടികൾക്കും ദൈവം കൽപ്പിച്ചു, അതങ്ങനെ ഉണ്ടായി. Only for order. എന്നാൽ എന്നെയും നിങ്ങളെയും അവന്റെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് അവന്റെ ജീവശ്വാസം മനുഷ്യനുമേൽ ഊതി നമ്മെ ജീവനുള്ള ദേഹമാക്കി തീർന്നു. ഞാൻ എപ്പോഴും എന്റെ ചർച്ചയിൽ പറയാറുള്ളത്, നമ്മൾ കർത്താവിന്റെ ദൈവത്തിന്റെ സെറോസ്കോപ്പിയാണ്. അതുകൊണ്ടാണ് ദൈവം യേശു ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുവാനുള്ള കാരണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ പരിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന, പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചക പുസ്തകമാണല്ലോ മലാക്കി പുസ്തകം. ഇതിന്റെ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ സെരുബാബേലിനെയും മഹാപുരോഹിതനായ യോശുവയെയും
അറിയാത്ത ഒരു തലമുറ. അത് മലാക്കിയുടെ കാലമായപ്പോഴേക്കും പുരോഹിത വൃന്ദത്തിന്റെ ആരാധനയ്ക്ക് പോലും ഒരു വലിയ വ്യത്യാസമായി. അവർ പറയുകയാണ്, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, മലാക്കി മുഖാന്തരം ഇസ്രായേലിനുള്ള യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ അവർ വന്നെത്തി. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ വിളിച്ച് വേർതിരിച്ചത്. അവന്റെ തിരുച്ചങ്കിലെ ചൊരിഞ്ഞ രക്തത്തിനാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി സഭയിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് സേഫ്റ്റിയായ ഒരു പ്ലേസ് എവിടാന്നറിയോ? ദൈവസഭ. ആമേൻ. ദൈവസഭയാണ് നമുക്ക് സേഫ്റ്റിയായ ഒരു പ്ലേസ്. ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളും ദുഃഖങ്ങളും മറന്ന് അല്പസമയം ദൈവസന്നിധാനത്തിൽ വന്ന് പാടി പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവവചനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷം ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും വിലപ്പെട്ട ഒരു സന്തോഷം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, പ്രസാദിപ്പിക്കുവാൻ നാം എന്ത് ചെയ്യണം? ഈ വചനത്തെ ആസ്പദമാക്കി 3 ദിവസവും വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ, ദൈവത്തെ നാം പ്രസാദിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും ശരി. 3 ദിവസം എന്റെ ജീവിതത്തിലുള്ള അനേക സംഭവങ്ങൾ, കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾ സാക്ഷിയായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ മെസ്സേജ് ഒരു സാക്ഷിയോടുള്ള ചേർന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹം പ്രാപിക്കുവാൻ മാത്രമല്ല, വിശ്വാസത്തിൽ വർദ്ധിച്ചു വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കും, നമ്മെ സഹായിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചു. നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെ ഒരു ചില വേദഭാഗങ്ങളെ ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം നമുക്ക് കടന്നു പോകാം. എന്നാൽ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ അത് ദൈവം നമുക്ക് നൽകി കഴിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. chapter 6 verse 8. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ പിതാവ് അറിയുന്നുവല്ലോ. പിതാവ് അറിയുന്നു. എന്നാൽ യാചിക്കണം എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഒരു സെൽഫിഷായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയില് മുഖ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ രാജ്യം വരയണമേ. നമ്മൾ ആ സ്റ്റൈലെല്ലാം മാറി. നിന്റെ രാജ്യം എന്റെ കുടുംബജീവിതത്തിൽ വരയണമേ, നിന്റെ രാജ്യം എന്റെ പേഴ്സണൽ ജീവിതത്തിൽ വരയണമേ, നിന്റെ രാജ്യം ഞാൻ വസിക്കുന്ന സ്ട്രീറ്റിൽ വരയണമേ, നിന്റെ രാജ്യം എന്റെ ദേശത്ത് വരയണമേ. എത്ര പേർ പ്രാർത്ഥിക്കുന്നു? മാത്രമല്ല, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ നമ്മൾ അങ്ങ് ടയർഡായി പോവാ. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പീസ്ഫുൾ ആയിട്ട്. കാരണം നമ്മുടെ ദേശം, നമ്മുടെ പട്ടണം, നമ്മുടെ സ്ട്രീറ്റ്, നമ്മുടെ വീട് ശരിയല്ലെങ്കിൽ നമ്മൾ എത്രയെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതൊന്നും സക്സസ് ആയി തീരും. അതിന്റെ അനുഭവ സാക്ഷിയോടെ ഞാൻ പറയുന്ന, ബീഹാർ എന്ന പട്ടണം ഒരു
ഇന്ത്യയിൽ ഏറ്റവും ദുഷിച്ച പട്ടണവും മോസ്റ്റ് ക്രൈം സിറ്റുവേഷൻ ഉള്ള ഒരു പട്ടണമായിരുന്നു. എന്നാൽ മാത്രമല്ല മിഷനറികളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പട്ടണമാണ് ബീഹാർ. ഏറ്റവും ദുഷ്ടരും നീചരുമായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പട്ടണം. അനേക മിഷനറികൾ UK നിന്ന് വന്ന് 152 മിഷനറികളെ ഒറ്റ ദിവസം കൊന്നൊടുക്കിയ പട്ടണം. എന്നാൽ ആ പട്ടണത്തിന് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരഞ്ഞ് നിലവിളിച്ചതിന് കൊണ്ട് ഇന്ന് ആ പട്ടണത്തെ ദൈവം ഒരു ശവപ്പറമ്പായിട്ടല്ല, ഇന്നൊരു ഉണർവ് പട്ടണമായി. ഞങ്ങളുടെ പ്രാർത്ഥനയില് അധികമായി പ്രാർത്ഥിച്ചത് ആ പ്രദേശത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ആ പട്ടണത്തിലെ കുഞ്ഞുങ്ങൾ നാളെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ശനിയാഴ്ച ഞങ്ങള് ബീഹാറിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. 38 ഡിസ്ട്രിക്റ്റിന്റെ മാപ്പ് ഫ്ലെക്സില് എടുത്തതിന് ശേഷം എല്ലാ ഇൻഫർമേഷനും എടുത്തതിന് ശേഷം ദൈവ സന്നിധാനത്തിലെ ഓൾ ചർച്ചസ് ടുഗദർ വന്ന് കുഞ്ഞുങ്ങളും കുട്ടികളും വന്ന് 7 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പ്രയർ ഓൺലി ഫോർ ബീഹാറിന് വേണ്ടി മാത്രം. അവിടെ വേറെ യാതൊരു പ്രാർത്ഥനയും ഇല്ല. 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മൈക്ക് പിടിച്ച് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 15 മിനിറ്റ് പ്രാർത്ഥിക്കും, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അതിന്റെ അനന്തര ഫലമായിട്ട് ആ പട്ടണം കിഡ്നാപ്പിംഗ് ഒരു ബിസിനസ് ആയിരുന്ന ആ പട്ടണത്തിൽ ഇന്ന് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുത്തന് കിഡ്നാപ്പ് ചെയ്യാൻ ധൈര്യമില്ല. ദൈവമക്കളെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ, അപ്പോ ഇന്ന് പലകാലം ദൈവം നമ്മോട് സംസാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പിതാവായ ദൈവത്തിന് അറിയാം. അത് മുൻപേ നമുക്കത് ദൈവം തന്നിരിക്കുകയാണ്. എന്നാൽ തന്നു കഴിഞ്ഞു എങ്കിൽ തന്നെയും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. അപ്പോ അതിന് നാം എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ഇന്ന് പൽക്കാലം ദൈവാത്മാവിനെ അറിയിക്കുകയുണ്ടായി. ആദ്യമായിട്ട് നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു പോകാം. സംഖ്യാപുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനങ്ങളുടെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് പറയുകയാണ്. അതിന്റെ എടുത്തു വെച്ചുകൊള്ളാം. 13-ാം അധ്യായം. മൂപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, 12 ഗോത്ര തലവന്മാരെ വിളിച്ച് ഈ കനാൻ ദേശത്തിൽ പോയി ആ ദേശം എങ്ങനെയുള്ള ദേശമെന്ന് ഉറ്റുനോക്കുവാനായിട്ട് അവരെ അയക്കുന്ന ആ സബ്ജക്ട് 13 അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ എപ്രകാരമുള്ളത്, അവിടെയുള്ള ചില ഫലങ്ങളും ഒരു 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 സാമ്പിളായിട്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. 12 ഗോത്ര തലവന്മാരെ അയച്ചിരിക്കുകയാണ്. 100ഓളം പേര് അവിടെ കടന്നു പോയിരിക്കുകയാണ്. ആരാണ് അയച്ചേക്കുന്നത്? മോശ. ഹല്ലേലൂയ. The greatest leader. ഹല്ലേലൂയ. ലോകത്ത് കണ്ടിട്ടുള്ളതിലും പരിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ സൗമ്യനായ, ദൈവത്തോടു കൂടെ നടന്ന, ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ കൊടുത്ത, കൈകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ കൊടുത്തതായ, പ്രാപിച്ചെടുത്തതായ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടതായ മോശയാണ് പറയുന്നത്. നിങ്ങൾ പോയി കണ്ടിട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഇവർ പുറപ്പെട്ടു പോയി. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവർ ആ ദേശത്തെ ഉറ്റുനോക്കി. മാത്രമല്ല അതിന്റെ 22-23 വാക്യം വായിക്കാം. ദേശത്തെ അവർ തെക്കേ ദേശത്ത് കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായും ഉണ്ടായിരുന്നു. ഹെബ്രോൻ ഇസ്രായേലിലെ സോവറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ഒരു മുന്തിരിക്കൊല അറുത്ത് അത് എത്ര പേരുണ്ട്? 2 പേര്. ഒരു ചെറിയൊരു മുന്തിരിക്കൊലയാ, പക്ഷെ അത് ഒരാളെ കൊണ്ട് ചുമക്കാൻ സാധിച്ചില്ല. 2 പേരെ കൊണ്ട് അത് ചുമന്ന അത്ര ഭാരമുള്ളതായിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അതിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്നാ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിന്റെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്തെ പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോന്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരങ്ങളിലും നദീതീരത്തും പാർക്കുന്നു. 32ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളുടെ ദുർവർത്തമാനമായി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ചു ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. അവിടെ ഞങ്ങൾ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഞങ്ങൾ അതെല്ലാം കണ്ടപ്പോ, അവരെല്ലാം കണ്ടപ്പോ ഞങ്ങൾക്കും അവർക്കും ഉള്ള വ്യത്യാസം എങ്ങനെ? ഞങ്ങൾ ഒരു വെട്ടുക്കിളിയെ പോലെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതപരമായ പ്രവൃത്തികളെ കണ്ട ഇസ്രായേൽ ജനങ്ങൾ ചുവന്ന സമുദ്രത്തെ ആദ്യം കണ്ട അത്ഭുതം എന്താണ്? അവർ ചുവന്ന സമുദ്രത്തെ രണ്ടായി പിളർന്ന് ശത്രുവിനും അതിന്റെ എല്ലാ സൈന്യവും അവിടെ മുങ്ങി മരിച്ച ദൃശ്യം. എത്രയോ അത്ഭുതങ്ങൾ കണ്ട ഈ ഇസ്രായേൽ ജനങ്ങൾ ഇപ്പൊ മോശയോട് പറയുക, ഈ അനാക്യ മല്ലന്മാരെയും അവിടെയുള്ള പുത്രന്മാരെയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വെട്ടിക്കിളിയെ പോലായിരുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ടവർ. എന്നാൽ ഇതേ ഗ്രൂപ്പിൽ തന്നെയുള്ള രണ്ടുപേര് പറയുന്നത് എന്താണ്? നമുക്ക് വായിക്കാം. അതിന്റെ 31ാമത്തെ വാക്യം. ഈ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു. 30ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ 12 ഗോത്രത്തിലുള്ളതിൽ ഈ യോശുവായ്ക്കും കാലേബിനും എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി? എവിടെ നമ്മൾ നോക്കിയാലും ഒരു മെജോറിറ്റിയാണ് അവിടെ ഉയർച്ച പ്രാപിക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർ രണ്ടുപേർക്ക് മാത്രം എന്തു സംഭവിച്ചു? 100ഓളം പേർ ഇവിടെ കടന്നുപോയി. പക്ഷേ യോശുവായും കാലേബും പറയുകയാണ്, നമ്മൾ അത് സ്വതന്ത്രിക്കുവാൻ സാധിക്കും. നമ്മൾ ആ ദേശം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള മെജോറിറ്റി പറയുന്നത് ഞങ്ങൾക്കും അവർക്കും വലിയ വ്യത്യാസമാണ്. ആ പ്രദേശം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. ഇതെന്താണ് സംഭവിച്ചെന്നറിയാവോ? നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളിലേക്ക് വരാം. 14-ാം അധ്യായത്തിന്റെ 24ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തൊക്കെ ഞാൻ അവനെ എത്തിക്കും. എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഒരു സ്പെഷ്യാലിറ്റി? ഇവർക്ക് വേറൊരു സ്വഭാവമുള്ളവരായിരുന്നതും രണ്ടാമത് പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചു. ഈ രണ്ട് കാര്യമാണ്. പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല വേറൊരു സ്വഭാവം. ഈ സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കും ആരെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്തതാണോ? ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? നോ. വേറൊരു സ്വഭാവം. ദൈവമക്കളെ, ഈ അന്ത്യനാളുകളിൽ കർത്താവിന്റെ ദാസൻ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ ശത്രുവിന്റെ വലിയ അറ്റാക്ക് ഈ നാളുകളിൽ സഭയ്ക്ക് നേരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്ത്യ കാലഘട്ടമാണ്. അവൻ ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ, പാതിയായിട്ടല്ല, ഭാഗമായിട്ടുള്ള പോരാട്ടങ്ങളല്ല. ശത്രു ഗർജിക്കുന്ന സിംഹത്തെ പോലെ, സിംഹമല്ല, സിംഹത്തെ പോലെ
എന്നാ the real hero ആരാണ്? യൂദാവിൻ രാജസിംഹം. He is the king of kings, he is the lord of lords, his name is Jesus. The real രാജസിംഹം. ആ രാജസിംഹം നമ്മളോടുണ്ട്. അപ്പൊ രാജസിംഹം നമ്മളോടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തോ വേണം ലോകത്തിൽ? വേറൊന്നും ആവശ്യമില്ല ദൈവമക്കളെ. എന്നോട് ചോദിച്ചാൽ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ 25 വർഷക്കാലം ഞങ്ങളുടെ അനുഭവ സാക്ഷിയാതാ. യേശു ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജയിലുകളിൽ അടയ്ക്കപ്പെട്ട സമയത്ത്, മർദ്ദനമേറ്റ സമയത്ത് യേശു ഞങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മധ്യയിൽ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ വചനത്തെ ഞാൻ ദൈവമക്കളെ, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം. രണ്ടാമത്, നമ്മുടെ ദൈവം നമുക്ക് തിന്മ ചെയ്യുന്ന ദൈവമല്ല. ഒരിക്കലും നമ്മുടെ ദൈവം തിന്മ ചെയ്യത്തില്ല. നമ്മുടെ ദൈവം നന്മ ചെയ്യുന്ന ദൈവം. അവന്റെ പരസ്യ ശുശ്രൂഷയിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ നന്മ ചെയ്യുന്നവനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഭൂമിയിൽ നന്മ ചെയ്യുന്ന ഒരു ദൈവം. യേശു നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കന്നുപാൽക്കാലം ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തില് ഈ 2 പേർക്ക് മാത്രം അവർ പറയുകയാണ്, യോശുവയും കാലേബും വേറൊരു സ്വഭാവമുള്ളവരായിരുന്നത് കൊണ്ട് അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിച്ച്. ദൈവമക്കളെ, നമ്മുടെ മാനസാന്തരം ഇന്ന് എവിടെയാണ്? നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? നാം എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? എന്റെ പാട്നയിലുള്ള സഭയിലെ വിശ്വാസികൾ ആരൊക്കെയാണ്? 130ഓളം വിശ്വാസികൾ പാട്നയിലെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ പാട്നയിലുള്ള ചർച്ചിലെ വിശ്വാസികൾ ഹനുമാൻ പൂജാരികൾ, നക്സലേറ്റുകൾ, ഡക്കായിസുകൾ, പല കൊലകൾ ചെയ്ത കുറ്റവാളികൾ, ഇവരല്ല എന്റെ വിശ്വാസികൾ. ഒരു അല്ലേലിയ പറയാൻ പറഞ്ഞ 3 നിന്നോട് ഒരല്ലേലിയ പറയാൻ പറഞ്ഞത് ഇല്ല പക്ഷെ ആ അല്ലേലിയ അങ്ങ് വരുവാ ഓട്ടോമാറ്റിക്കാ. ഒരു കാലത്ത് ഞങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു, എന്നാൽ സത്യ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞപ്പോ, യേശു എന്ന ദൈവത്തെ, ദൈവം അതാണ് ദൈവമെന്ന് മനസ്സിലായപ്പോ അവരുടെ ജീവിതത്തിലെ സന്തോഷം. ഒന്നുമില്ലാതെ ദരിദ്രരായി കിടന്നവരെ ദൈവം ആ പട്ടണത്തിൽ അനുഗ്രഹിച്ചു. ഇന്ന് സഭയ്ക്ക്, ദേശത്തിന് മുതൽക്കൂട്ടാക്കി വെച്ചേക്കുകയാണ്. നമ്മുടെ മാനസാന്തരം എങ്ങനെയുള്ള മാനസാന്തരമാണ്? നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന രക്ഷ എങ്ങനെയുള്ള രക്ഷയാണ്? രാത്രിക്ക് ഇന്ന് പാൽക്കാലം നമുക്ക് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളായല്ലോ, ഇനി 1 മാസമേ ഉള്ളൂ, ഡിസംബർ മാസം. നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം ഒഴിഞ്ഞു പോയി, എല്ലാം പുതിയതായി തീർന്നു. മക്കളെ, ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളെ കൊണ്ടും പ്രതികൂലങ്ങളെ കൊണ്ടും നിറഞ്ഞ ഒരു ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എക്സ്പീരിയൻസ് ലൈഫ്. എന്നാൽ ഓരോ മിനിറ്റും ശത്രുവിന്റെ സകല പോരാട്ടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ജയാളിയായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എന്നാൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ച ദൈവം. ലോകത്തെ ജയിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തിലുള്ള സകല കഷ്ടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നമ്മുടെ യേശു ഈ ഭൂമിയിൽ സഹിച്ച് നമുക്കൊരു മോഡലായി, മാതൃകയായി നമ്മെ പഠിപ്പിച്ചിട്ട് പോയ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ, യേശുവിനെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും വേറൊരു സ്വഭാവമുള്ളവരായി മാറും. മാത്രമല്ല, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവർ, പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. ആ വചനം പിന്നെ വായിക്കാം. എന്നാൽ തന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചിരുന്നത് കൊണ്ട്
അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിനോട് പറയുന്നു 6 ലക്ഷം പേര് പുറപ്പെട്ടു, പുരുഷന്മാർ മാത്രം. അപ്പൊ സ്ത്രീകളും മക്കളും എല്ലാം കൂടെ ചേർന്ന് അന്ന് പിന്നെ ഒത്തിരിയോട് എന്റെ വീട്ടിൽ ഞങ്ങൾ തന്നെ 7 പേരുണ്ട്. അന്നത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ 12, 13, 15 മക്കളൊക്കെ ആണല്ലോ. അങ്ങനെ നോക്കുമ്പോ ഒരു 25 ലക്ഷം പേര്, ചുമ്മാ ഒരു അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷം പേര് പോയ, അതിലും കൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ പുറപ്പെട്ടു പോയി കനാൻ ദേശം കാണുവാനായി. എന്നാൽ പ്രവേശിച്ചത് ആ ഗ്രൂപ്പില് 20 വയസ്സിന് മേളിൽ 2 പേര് മാത്രമേ പോയുള്ളൂ. ആരാ? യോശുവയും കാലേബും. അപ്പൊ യോശുവയും കാലേബും മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 20 വയസ്സിന് താഴെ ഉള്ള ബാക്കി ഒരുത്തനും അവിടെ പോകാൻ സാധിച്ചില്ല. പാവം പിടിച്ച മോശ പോലും പോകാൻ സാധിച്ചില്ല. ഞാൻ എപ്പോഴും എന്റെ ശുശ്രൂഷകരോട് ഞാൻ പറയുന്നത്, നമുക്കും ദൈവത്തിനുമുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആ വെച്ചോണം. അതുകൊണ്ടാ യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. കാരണം യോശുവയ്ക്ക് അറിയാം, മോശയെ പോലെ എനിക്ക് ഞാൻ പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ എന്നെ എത്ര കോപിപ്പിച്ചാലും ഞാൻ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. ദൈവമക്കളെ, ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ട്. അനേകരുടെ പ്രാർത്ഥന എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം. എന്തുകൊണ്ട് സിസ്റ്റർ വിശേഷം? എന്തോ പറയാനാ ഭാഷ? എന്തെല്ലാം പ്രശ്നങ്ങളാ, എന്തെല്ലാം പ്രതികൂലങ്ങളാ. ക്രിസ്തുവിൽ ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് പറയണം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ നല്ലതായിരിക്കുന്ന ഭാഷ എന്ന് പറയണം. ഈ നമ്മളെക്കാട്ടി വചനം അറിയാൻ സാത്താൻ എത്ര പേർക്ക് അറിയാതെ? സാത്താന് നല്ല വചനം അറിയാം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ അവൻ പരീക്ഷിക്കുമ്പോൾ എങ്ങനെ അവൻ പരീക്ഷിച്ചേ? വചനം പറഞ്ഞാ പരീക്ഷിച്ചത്. അപ്പൊ നമ്മൾ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വചനം വായിക്കുന്നവരായി തീരുന്നെങ്കിൽ നമ്മൾ പതറിപ്പോകുവാൻ ഇടവരുത്തില്ല, ഇടറിപ്പോകുവാൻ ഇടവരുത്തില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അതിനെ ഫേസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വസിക്കുന്നു പാൽക്കാം. ഇവർ പൂർണ്ണമായി ദൈവത്തെ, മറ്റ് പോയ 12 ഗോത്ര തലവന്മാർക്കില്ലാത്ത ഒരു സ്വഭാവം 2 പേർക്ക് ദൈവം കൊടുത്തു. അവർ പൂർണ്ണമായി ദൈവത്തെ പറ്റുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് പൂർണ്ണമായി ദൈവത്തെ പറ്റി നിൽക്കുവാൻ സാധിക്കും. അതാണ് ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ പറഞ്ഞത്. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും വിശ്വാസി ദൈവമക്കൾ ഈ അന്ത്യനാളുകളിൽ ഇങ്ങനൊരു ഡിസിഷനിൽ വരണം. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ. സ്വർഗം ഇറങ്ങി വന്നോ ഇല്ലയോ? സ്വർഗം അവിടെ ഇറങ്ങി വന്നു. രാജാവ് പറയുകയാണ്, 3 പേരെ അല്ലയോ ഇട്ടത്, ഈ 4ാമതൊരാൾ ആരാ? ഇട്ടവന്മാർ പറഞ്ഞു കാണും, അതാ ദൈവമേ അറിയാൻ വയ്യാത്തത്. ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ 4ാമതായി വലിയവനായി ദൈവം അവിടെ. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിൽ നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടി. യോബ് അനുഭവിച്ച 8 മാസത്തെ വലിയ കഠിന ശോധനയിൽ എന്തായിരുന്നു? സാത്താനും ദൈവവുമായിട്ടുള്ള ഒരു വലിയ സംഭാഷണമാണ്. അതിന്റെ ബലിയാടായി യോബ് തീർന്നു. യോബ് പറയാണ്, ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കും? പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കും? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം. 25 വർഷത്തിന് മുൻപ് എന്നെ എന്റെ മാതാപിതാക്കൾ ചെറിയ വയസ്സിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഞാൻ എന്റെ കുടുംബത്തിലെ ഞങ്ങളെ 7 മക്കളിൽ 6ാമത്താണ്. എന്റെ ഇളയൊരു പെങ്ങളുണ്ട്. സുവിശേഷ വേലയ്ക്ക് 5 ആണും 2 പെണ്ണും. പറഞ്ഞു, മോനെ നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുടി വെട്ടാൻ പോലും ബാർബർ ഷാപ്പിൽ ഞങ്ങളെ അയക്കത്തില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവന് ചീത്തയായി പോകും.
എന്നാൽ ചെന്നൈയിലെ ബൈബിൾ കോളേജ് പഠിക്കുവാനായിട്ട് എന്നെ അയച്ചു. അവിടെ ചെന്നൈയിലെ ബൈബിൾ കോളേജ്, ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈബിൾ കോളേജ് പഠിച്ചു മനസ്സോടെ. അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് എറിഞ്ഞു കളഞ്ഞതിന് ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുവാനായിട്ട് പോയി. മക്കളെ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച അതേ ഹോട്ടലിലെ ഷെറട്ടൺ ഗ്രൂപ്പിലെ കൈ നിറയെ ശമ്പളം, ഒരു ഷിഫ്റ്റ് കഴിയുമ്പോൾ കൈ നിറയെ കിമ്പളം, ടിപ്സ്, നല്ല ജോലി. ഞാൻ എൻ്റെ അമ്മച്ചിയെ അടുത്ത് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മാതാവ് പറഞ്ഞു, മോനെ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, എന്നായാലും നീ ഒരു ദിവസം സുവിശേഷത്തിലേക്ക് നീ ഇറങ്ങി തന്നെ. അതിനുവേണ്ടി നിന്നെ സമർപ്പിച്ചതാണ്. എൻ്റെ വൈഫും അവിടെ ചെന്നൈയിലുള്ള വിജയ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കും കൈനിറയെ ശമ്പളം ഉണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും എന്നെ രക്ഷിച്ചില്ല. മരണത്തിനും എനിക്കും ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. മാരകമായ രോഗത്തിന് അടിമയായി തീർന്നു. എന്നാൽ എന്റെ യേശു എന്നെ തേടി വന്നു. ദൈവം ചുരുക്കമായി പറയട്ടെ, എന്റെ ദൈവം എന്നെ ഒരു ദർശനത്തോടെ എന്നെ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാടി വിളിച്ചു. ഞാൻ നിന്നെ സുഖമാക്കുന്ന ദൈവം, നീ എന്റെ വേലയ്ക്കായിട്ട് പുറപ്പെട്ടു ചെല്ലുന്നു. രാത്രിയിൽ എന്റെ ജീവിതം എന്റെ യേശുവിനെ സമർപ്പിച്ചു. നീ എനിക്ക് ജീവൻ തരുന്നുവെങ്കിൽ അങ്ങയുടെ ശുശ്രൂഷ ഞാൻ ചെയ്യും. അന്ന് രാത്രിയിൽ ഞാൻ സുഖമായി എന്റെ ജോലി റിസൈൻ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ തന്നു. എല്ലാം വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടു പോകണം. അപ്പൊ എനിക്ക് മനസ്സിലായത് സൗത്ത് ഇന്ത്യ അല്ല, അത് വേറെ ഏതോ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവിടെ ബീഹാറിലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഗോസ്പൽ എക്കോയ് മിഷണറി സൊസൈറ്റി എന്ന് പറയുന്ന അവർ അവിടെ ഒരു ഉണർവ് യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ആ യോഗത്തിന് ഞാനും എൻ്റെ വൈഫും അവിടെ പോയി ഒരു മൂലയിലിരുന്നു. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ആ ദൈവദാസൻ എന്നെ പേര് ചൊല്ലി വിളിക്കുകയുണ്ടായി. ഞാൻ നിന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു, അബ്രഹാമിനെ പോലെ വിളിച്ചിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു മിസ്റ്റർ ജേക്കബ്? എഴുന്നേക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ വിചാരിച്ചു ജേക്കബ് എന്നുള്ള ഒത്തിരി പേരുണ്ട്. എന്നാൽ അദ്ദേഹം കൈ ചൂണ്ടി എന്നെ വിളിച്ചു. മൂലയിലിരിക്കുന്ന സഹോദര, നിന്റെ ഭാര്യയുമായി വന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. അന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവമക്കളെ, ഷെറട്ടൺ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് ട്രാൻസ്ഫർ എവിടെ കിട്ടിയെന്നറിയോ? മൺവീടുകളിൽ. ഹല്ലേലൂയ. ബീഹാറിലെ ഇന്റീരിയർ പ്ലേസ്. ഹല്ലേലൂയ. ഈ 9 വർഷം ഞങ്ങൾ കറണ്ട് കണ്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി എന്തുവാന്ന് 9 വർഷം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്റീരിയർ പ്ലേസസില് കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് മിഷനറി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും സമർപ്പിച്ച് ജോലിയും വിട്ട് എല്ലാം കളഞ്ഞിട്ട് പോയി. ഞങ്ങളുടെ റിയൽ ഹണിമൂണ് മൺവീടുകളില് ബീഹാറില് ഇന്റീരിയർ പ്ലേസില്. നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഫുലൻ ദേവി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡക്കൈറ്റ്. അതിനുശേഷം അവള് MLA MP ആയി ഡൽഹിയിൽ വെച്ച് അവളെ കൊല്ലുകയായിരുന്നു. ഫുലൻ ദേവിയുടെ ഏറ്റവും വലിയ അക്രമാസക്തമായ ചമ്പൽ കാടുകൾ എന്ന് പറയുന്ന ആ ഏരിയയിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. ഭാഷ അറിയാൻ വയ്യാത്ത കേരളത്തിലെ നമ്മൾ പഠിച്ചെങ്കിലും അവിടെ പോയതിനു ശേഷം ഹിന്ദി പഠിക്കുകയുണ്ടായി, ഭോജ്പുരി പഠിക്കുകയുണ്ടായി, മഗഹി പഠിക്കുകയുണ്ടായി, മൈഥിലി പഠിക്കുകയുണ്ട്. 3 ഭാഷകൾ പ്ലസ് ഹിന്ദി പഠിക്കുകയുണ്ടായി. 9 വർഷത്തിൽ 7 സഭകളെ സ്ഥാപിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. എന്നാൽ ഓരോ ദിവസവും ആപത്തുകൾ നിറഞ്ഞ് എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കും. ആരെങ്കിലും മണി ഓർഡർ അയച്ചിട്ടുണ്ടോ പോയി നോക്കുക ചെയ്യുന്നത്. ആരെങ്കിലും മണി ഓർഡർ അയച്ചു നമ്മളെ ആർക്കും അറിയത്തില്ല. കാരണം എൻ്റെ റിലേഷൻസോടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തു. ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ അബ്രഹാമിനെ പോലെ തന്നെ 10 വർഷം മക്കളില്ല, രണ്ടുപേരും പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയിലായി തീരുവാൻ ദൈവം സഹായിച്ചു. ലെറ്റർ പോയി നോക്കും, പോസ്റ്റ് ഓഫീസിൽ പോയി ലെറ്റർ നോക്കും. ലെറ്റർ വന്നിട്ടുണ്ട്, അത് പൊട്ടിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് അറിയാവോ? അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഏ ഫാദർ ജൽദി ജഗ കാലി കർ ദോ नहीं तो तुम्हारा पत्नी को किडनैप कर देंगे. എത്ര പേര് മനസ്സിലാക്കി? ഫാദർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ല നാളെ രാവിലെ നിന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. എന്നാൽ ആരെല്ലാം കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞോ അവരെ യേശു കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെല്ലാം ഇന്ന് ആ പ്രസ്ഥാനത്തിലെ വലിയ ശുശ്രൂഷകരാണ്. ദൈവമക്കളെ,
9 വർഷം കഠിന പരിശോധനയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടു. അനേക ആയിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുക. യാതൊരു ഫെസിലിറ്റി ഇല്ലാത്ത, എനിക്ക് ഓർമ്മയുണ്ട്, ബീഹാറിലെ ചൂട് 52 ഡിഗ്രി വരെ വരും. അപ്പൊ മൺവീടുകളില്, ഞങ്ങൾ താമസിക്കുന്ന മൺവീടുകളില് അതിന്റെ 4 വശത്തും മണ്ണ് ചെളി കുഴച്ചു വെച്ചതിന് ശേഷം അതിൽ വെള്ളം നിറച്ച്, അതാണ് ഞങ്ങളുടെ AC, വെള്ളം നിറച്ചതിന് ശേഷം അതില് മുഴങ്കാൽ ഇട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ പട്ടണം സുവിശേഷമാകണം, ഈ പട്ടണം യേശുവിനെ അറിയണം, ഈ പട്ടണത്തിൽ നിന്റെ രാജ്യം വരണം, ഈ പട്ടണത്തിലെ വിഗ്രഹാരാധനകളെ നീ നശിപ്പിക്കണം, ഈ പട്ടണത്തിൽ ചില ദൈവ ഭക്തന്മാർ എഴുന്നേൽക്കണം എന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഇന്ന് രാത്രി പകൽക്കാലം. എന്നാൽ ആ പട്ടണങ്ങൾ, ആ ഗ്രാമങ്ങളിലെല്ലാം ദൈവം സഭകളെ സ്ഥാപിക്കുവോ, യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവോ, വലിയവനായ ദൈവം സഹായിച്ചു. ആരെല്ലാം കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞവൻ, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് കടന്നു പോകുമ്പോൾ ബീഹാറിലെ ആഭരണം ഇടാത്ത ഒരു സ്ത്രീ ഒരു പുരുഷന്റെ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് എന്തുവെന്നറിയോ, അവളെ വേശി എന്നാണ് വിളിക്കുന്നത്. കാരണം ബീഹാറിന്റെ കൾച്ചർ, മുഖം തലയിലെ സാരി താഴെ ഇട്ടതിന് ശേഷമേ പുരുഷന്മാരുടെ കൂടെ ഭർത്താക്കന്മാരുടെ കൂടെ പോകാൻ സാധിക്കത്തുള്ളൂ. അതും ആഭരണം ഇടണം, അതല്ലാതെ ചിന്തൂരം ഇടണം, കയ്യിൽ വളകളിടണം. എന്നാൽ ആഭരണം ഇടാത്ത എന്റെ വൈഫ്, മിഷണറി സ്ഥാപനത്തിലെ ഡയറക്ടർ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു 2 വളയെങ്കിലും ഇട്ട് ഒരു കുരിശ് മാലയെങ്കിലും ഇട്ടോണം. അങ്ങനെയാണ് മിഷണറികൾക്ക് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പെന്തിക്കോസ് വചനത്തിലും അടിസ്ഥാനത്തിലും ജീവിച്ച് വളർന്നതാണ് ഞങ്ങൾ. തലമുറകളായിട്ട് ദൈവമക്കളെ പലപ്പോഴും എന്റെ വൈഫിനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നീ എന്നും, ഞങ്ങള് 3 സഹോദരന്മാരോട് ചേർന്ന് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോ എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ അതിൽ സ്ത്രീയായിട്ട്. പല ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നീ എന്നും 3 പേരുടെ കൂടെ പോന്നു, ഇന്ന് എന്റെ കൂടെ പോരെന്ന് പറയും, പിടിച്ചങ്ങോട്ട് വരിക. അപ്പോഴാ പറയുന്നത്, ബ്രദർ അതെ എന്റെ വൈഫാണെന്ന് പറയും. എടാ നിന്റെ വൈഫാണെങ്കിൽ അവൾക്ക് ചിന്തൂരമില്ല, അവിടെ കയ്യിൽ വളയില്ല, അവിടെ കയ്യിൽ ആഭരണങ്ങളില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? ഇത്രയും നേരം കൊണ്ടുപോയതിനു ശേഷമാണോ പറയുന്നത് എന്ന് പറഞ്ഞവന്മാരല്ല ഇന്ന് ചർച്ചിൽ ഇന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശുവിന്റെ സ്വഭാവം, ഹല്ലേലൂയ, ദൈവിക സ്വഭാവം ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാപിച്ചെടുക്കണം. ഈ ഉപവാസ പ്രാർത്ഥന പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകണമെങ്കിൽ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രശ്നങ്ങളെ നാം തരണം ചെയ്യണമെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. യോശുവയും കാലേബും വേറൊരു സ്വഭാവമുള്ളവരാണ്. പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ച് അവർ ഫോളോ ചെയ്തതുകൊണ്ട് അവർ ഇസ്രായേൽ ജനങ്ങളിൽ യോശുവയും കാലേബും കനാൻ ദേശത്തിൽ പ്രവേശിക്കുവാൻ ദൈവം ഇടച്ചു. 100-ൽ പരം ആൾക്കാർ പോയതിൽ ഈ 2 പേർക്ക് സംഭവിച്ച സ്പെഷ്യാലിറ്റി എന്താണ്? അവർ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. കാലം ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ പൂർണ്ണമായി നമുക്ക് അനുസരിക്കും. വേറൊരു സ്വഭാവമുള്ളവരായി. പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർ ദൈവത്തെ അറിയാത്തവരായിരിക്കാം, ഭാര്യമാർ ദൈവത്തെ അറിയാത്തവരായിരിക്കാം. അവരുടെ മധ്യത്തിൽ നാം ദൈവിക സ്വഭാവമുള്ളവരായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും, ദേശത്തിൽ മാറ്റം വരും, പട്ടണത്തിൽ മാറ്റം വരും. യോശുവയുടെയും കാലേബിന്റെയും സ്വഭാവമുള്ളവരായി നമുക്ക് മാറാം. രണ്ടാമത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യം, ഇവിടെ സാഹചര്യങ്ങളെ നോക്കിയുള്ള ജീവിതം. സാഹചര്യങ്ങളെ നോക്കിയുള്ള ജീവിതം. എല്ലാവരും സിസ്റ്റർ ഇന്ന് എത്ര അധ്യായം നിങ്ങൾ വായിച്ചു? പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോലും വഴിയായിരുന്നു, പിന്നെ ഇവിടെ വേദഭാഗം വായിക്കുന്നത്. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളാണെന്നറിയോ? ബൈബിൾ വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, എന്നാൽ 3 നേരം വിഭവസമർത്ഥമായ ആഹാരം കഴിക്കാൻ സമയമുണ്ട്. ആഹാരം കഴിക്കാൻ മാത്രം നമുക്ക് സമയമില്ലാതില്ല, എന്നാൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല. കാരണം സാഹചര്യങ്ങളെ നോക്കിയുള്ള ക്രിസ്തീയ ജീവിതം. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ
11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ ഗിദിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ പരാക്രമശാലിയായ ഒരു വ്യക്തിയായിരുന്നു. ഗിദിയോനെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? വായിക്കാം. യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫയിൽ അബിയേസിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴിയിരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന. ഇവിടെ ഈ സാഹചര്യം നാം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ അധികമായി കഷ്ടപ്പെടുത്തിയ ഒരു ഗ്രൂപ്പാണല്ലോ ഈ മിദ്യാനരാൽ ഇസ്രായേൽ ജനങ്ങൾ. അവർക്ക് വന്ന നഷ്ടങ്ങൾ എന്താണ്? അതിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഇസ്രായേലിനെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിലെ ആഹാരമോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളികളെ പോലെ കൂട്ടമായി വരും. ഇസ്രായേൽ ജനങ്ങളുടെ സ്ഥിതി നോക്കിയേ, ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. മിദ്യാനിൽ അവരെ ഒടുക്കിക്കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എന്നാൽ ഈ ഗിദിയോൻ എന്ത് ചെയ്യുകയാണ്? ഗിദിയോൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഈ ഗോതമ്പ് മണി 11-ാമത്തെ വാക്യം പിന്നെ വായിക്കാം. ഗിദെയോൻ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. അവന്റെ അടുത്ത ദൈവദൂതൻ വന്നത്. അവന്റെ അടുത്ത് ദൈവദൂതൻ വന്നു. എന്താണ് പറയുന്നത്? പരാക്രമശാലിയേ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഗിദിയോൻ പറയും, ഇതെല്ലാം ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നെ അങ്ങനൊന്നും വിളിക്കാതെ, ഞാൻ പരാക്രമശാലിയെന്ന് വിളിക്കാതെ, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്താ നടക്കുന്നതെന്ന്, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നേ? ദൈവമക്കളെ, ദൈവം അതിന് എന്തെങ്കിലും ആൻസർ പറഞ്ഞോ? ദൂതൻ അതിന് എന്തെങ്കിലും ആൻസർ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതാ ദൈവമക്കളുടെ ഒരു രോഗം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനൊരു മിഷനറിയാണ്. ഞാൻ ആസ് എ മിഷനറി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ദൈവമക്കളുടെ രോഗം എന്താണെന്നറിയോ? പ്രവാചകന്മാരില്ലാതെ ഇന്ന് ജനം പോകത്തില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവചനം കേൾക്കണം. ഞാൻ പ്രവാചകന്മാരെ കുറ്റം പറയുകയല്ല, എനിക്കും ആ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ആവശ്യത്തിന്, അനാവശ്യമായിട്ടല്ല, ആവശ്യത്തിന്. ഇന്ന് പ്രവാചകന്മാരെ വിളിക്കാനെ കൊണ്ട് ചിലരൊക്കെ ലൈക്കാ മൊബൈൽ സിം എടുത്തങ്ങ് വെച്ചേക്കുക. പ്രവാചകൻ ആഴ്ചയിൽ ഒരിക്കലും ഒരു പ്രവചനം കേൾക്കണം. നിന്നെ രക്ഷിച്ചപ്പോ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടില്ലയോ? അതിലും വിശ്വസിച്ച പോരെയോ? ആഴ്ചയിൽ ഒരിക്കൽ ഈ ടാബ്ലറ്റ് മാറിയാ, ചിലർക്ക് ഈ ടാബ്ലറ്റ് മാറിയാ. ആഴ്ചയിൽ ഒരിക്കൽ കേട്ടില്ലെങ്കിൽ സുഖം വരത്തില്ല. അത് ഇന്നത്തെ പ്രവാചകന്മാരോ, അയ്യോ പറയണോ, എന്തെല്ലാം വേലകളാ, എന്തെല്ലാം പരിപാടികളാ. ദൈവമക്കളെ, ഈ ബിസിനസ് എന്ന് നിർത്തുന്നു അന്ന് ദൈവസഭ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ പല ദേവദാസന്മാരെടുത്ത് പറഞ്ഞു, UK കുറിച്ച് പ്രവചിക്കാൻ പറഞ്ഞു. UK കുറിച്ച് പ്രവചിക്കും. UK കുറിച്ച് ആദ്യം പ്രവചിക്കുക. ഈ പട്ടണത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ആദ്യത്തെ പ്രവചനം UK-യോടായിരിക്കണം. ഞാൻ പോകുന്ന പട്ടണത്തോടായിരിക്കണം. രണ്ടാമത്, പ്രവാചക ശുശ്രൂഷ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവസഭയെ സ്ട്രെങ്തൻ ചെയ്യുവാനാണ് ഉപയോഗിച്ചത്. ചില വ്യക്തി ജീവിതങ്ങളിലെ ദൈവത്തിങ്കിലേക്ക് മാടി വിളിക്കുവാൻ, അവന്റെ ജീവിതത്തിൽ വന്ന തകർച്ചയെ കുറിച്ചും അവന്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളിലാണ് ദൈവം പ്രവാചകന്മാരെ എടുത്ത് പ്രയോജനപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് സഭ, തമിഴിൽ പറഞ്ഞാൽ സീറുകെട്ട് കിടക്കുന്ന ഒരു അനുഭവം. അതിന് മലയാളം എനിക്കറിയത്തില്ല. हिंदी में बड़ी नुकसान में है, कलीसिया बड़ी नुकसान में है। आज भविष्यवक्ताओं का पीछे पड़ गया है, नुकसान का ऊपर नुकसान उठा रहा है. हालेलुया. ദൈവമക്കളെ, പ്രവാചകന്മാരെ വിശ്വസിക്കണം.
പ്രവാചകന്മാർ നമുക്ക് ആവശ്യമാണ്. 4 ശുശ്രൂഷയും സഭയിൽ ആവശ്യമാണ്. എന്നാൽ ഇതിനു വേണ്ടി മുതലുമെടുക്കാതെ, ഇതിനു വേണ്ടി ചുമല് കൊടുക്കാതെ എന്നെയും നിങ്ങളെയും രക്ഷിച്ച ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ഗിദെയോന്റെ പ്രശ്നത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഈ ബലത്തോടെ നീ പോ. ഏത് ബലത്തോടെ? നീ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്തുവാ? അതായത് ഈ ഗോതമ്പ് മിദ്യാനരുടെ, അത് വായിക്കാം, അത് വെരി സ്പെസിഫിക്. അത് നിങ്ങൾ, അതാണ് മെയിൻ മെസ്സേജ്. അപ്പോ ഇത് നമ്മുടെ ആത്മീയ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധ ജീവിതം നാം എത്രത്തോളം അത് ക്രമീകരിച്ചിരിക്കുന്നുവോ അവിടെയാ ദൈവം വരുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് ദൈവത്തോട് എങ്ങനെയാണ്? അപ്പൊ ദൈവം നമുക്ക് പ്രത്യക്ഷമാകും, ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമുക്ക് മുഖാമുഖമായി വരും, ദൈവം നമ്മോട് അരുളി ചെയ്യും. എന്തുകൊണ്ട് നമ്മോട് ദൈവം അരുളി ചെയ്യുന്നില്ല? നമ്മുടെ ദൈവം നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞു, ഈ ബലത്തോടെ നീ പോ, ഈ ബലത്തോടെ നീ പോ. ഞാൻ മിദ്യാനരുടെ മേൽ ഒരു വലിയ ജയം നിന്നെ കൊണ്ട് ചെയ്യുവാൻ പോവുകയാണ്. ഞാൻ അതിനു വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നീ പ്രശ്നങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ, പരാക്രമശാലിയേ, നിന്നോട് കൂടെ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ദൈവം പരാക്രമശാലിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. യേശു നിങ്ങളോടുകൂടെ ഉണ്ട്. ശത്രു എന്നെയും നിന്നെയും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. യേശുവിന്റെ രക്തത്തിനാലും, യേശുവിന്റെ വചനത്തിനാലും, യേശുവിന്റെ നാമത്തിനാലും ഇന്ന് പകൽക്കാലം ജയമെടുക്കുക. ശത്രു ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ജീവനുള്ള ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഗിദെയോൻ ഇപ്പോൾ മിദ്യാനരുടെ മേൽ ജയം പ്രാപിക്കുവാൻ വിളിയും തെരഞ്ഞെടുപ്പും പ്രാപിച്ച് മുൻപോട്ട് പോവുകയാണ്. അതിന് 7-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. എന്നാൽ ദൈവം ഗിദെയോന്റെ അടുത്ത് പറഞ്ഞ എന്താണ്? ഗിദെയോനെ, നിന്നോട് ഞാൻ ഉണ്ട്, അതൊക്കെ കാര്യം ശരിയാ, പക്ഷേ ഇവിടെ ഞാനൊരു സെലക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു സെലക്ഷൻ. നിന്നോടുകൂടെ ഒത്തിരി പേരുണ്ട്. ഈ ജനത്തെ കൊണ്ടൊന്നും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്തോ ചെയ്യണമെന്നറിയോ? ഇവിടെ ഒരു സെലക്ഷൻ. വായിക്കാം, അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 7:2. യഹോവ ഗിദെയോനോട്, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. എന്റെ കൈ എന്നെ രക്ഷിച്ച് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ, ആ വീട് പിന്നെ പറയണേ, ആ വീട് പിന്നെ വായിക്കണേ. നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ, അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. ഇല്ല, അതിന്റെ 2-ാമത്തെ വാക്യം പിന്നെ വായിക്കാം. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന്. വമ്പ് പറയുന്ന ചില ഗ്രൂപ്പ് ഉണ്ട്. വമ്പ് പറയുന്ന ചില ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ വമ്പ് പറയുന്നവരെ നമുക്ക് അങ്ങ് മാറ്റാം. ഇന്ന് യേശുവാ എല്ലാം ചെയ്യുന്നത്. ഞങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ല. യേശു ചെയ്തു. പക്ഷെ ഇന്ന് പേരെടുക്കുന്ന എന്തുവാണെന്നറിയോ? അവര് ചെയ്തു, ഇവര് ചെയ്തു. പേരിന്റെ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്ന എന്തുവാണെന്നറിയോ? ജേക്കബ് തോമസ് ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു. യേശുവാ ചെയ്യുന്നത്. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. യേശുവാണ് അവിടെ ചെയ്യുന്നത്. വമ്പ് പറയുന്നവർ, മലയാളത്തില് വെരി സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. വായിക്കാം. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോകട്ടെ. എത്ര പേര് പോയി? 20,000 പേര് ഔട്ട്. സോറി, 20,000 പേര്. 20,000 പേര് ഔട്ട്. കൂട്ടത്തില് കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു, എല്ലാം ശരിയാ. പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേന് അഡ്രസ് ഇല്ല. അഡ്രസ് ഇല്ല. പാട്ടുപാടിയതാ. ഇന്ന് എന്തോ ഒരു കൂട്ടമാ, ജനം പറക്കുക.
അവിടെ അത്ഭുതം നടക്കുന്നു, ഇവിടെ അത്ഭുതം നടക്കുന്നു. അത്ഭുതത്തിന്റെ പുറകെ പോയാൽ അതിന്റെ അളവാണ് തീരും. യേശു അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത പട്ടണത്തിൽ തിരിഞ്ഞുപോയി. അവിടെ തിരിഞ്ഞതിന് എന്താണെന്നറിയാവോ? അവരെ പിടിച്ച് ഉമ്മ വെച്ചില്ല, ശാസിച്ചു. എന്താന്ന് കാരണം? മാനസാന്തരപ്പെട്ടില്ല. ഇന്ന് മാനസാന്തരപ്പെടാത്തവനെല്ലാം ഈ അത്ഭുതത്തിന്റെ പുറകെ ഓടുക. പ്രത്യേകിച്ച് കേരളം. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനായ തോമസ് വന്ന് സുവിശേഷം അറിയിച്ച കേരള പട്ടണം ഇന്ന് തലകീഴായി മാറിക്കൊണ്ടിരിക്കുക. ദൈവം ഒരുത്തരം വിടത്തില്ല. ഞങ്ങളൊക്കെ കാട്ടി കിടക്കുന്നവരാ. ഞങ്ങളോട് പറഞ്ഞ് ദൈവം കേരളത്തിൽ പോയി ഇനി ഒരു ശുശ്രൂഷിക്കാം. ആമേൻ. യെസ്, ഉണ്ട്. കേരളത്തിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ അത്ഭുതത്തിന്റെയും അതിശയത്തിന്റെയും പിന്നെ മുമ്പ് ദൈവം കഴിഞ്ഞ 25 വർഷക്കാലം മരിച്ചുപോയ കുഞ്ഞിനെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. ജയിലുകളിൽ ഞങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്നു. നാളെയും മറ്റന്നാളും എന്റെ സാക്ഷി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ദൈവം തന്റെ പ്രവൃത്തി ചെയ്തെടുത്തു. ഇവിടെ 20,000 പേര് ഔട്ട്. എന്നിട്ട് ഗിദെയോനോട് പറയുകയാണ്, ഇനിയും ജനം അധികമാ. 10,000 പേർ ശേഷിച്ചു. 10,000 പേര് ശേഷിച്ചു. യഹോവ പിന്നെ ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, ഇനിയും അധികമാകുന്നു. അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം. വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഓക്കെ. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. അവൻ മാത്രം പോനാ മതി. നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിക്കുന്നവൻ പോരണ്ട. അങ്ങനെ അവർ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെ വേറെയും നിർത്തുക. കൈ വായി വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാനരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പൊക്കോളട്ടെ. ദൈവം 300 പേരെ കൊണ്ട് അത്ഭുതം ചെയ്തു. 20,000 പേര് ഔട്ട്. ആയിരക്കണക്കിന് ജനങ്ങളെല്ലാം നഷ്ടമായി പോയി. എന്നാൽ പട്ടി ഇവിടെ ഈ പട്ടിയെ എന്തിനാ കൊണ്ടുവന്നറിയോ? ഈ പട്ടികൾക്കുള്ള ഐക്യം വേറെ ഒരു മനുഷ്യനും ജാതിക്കുന്നില്ല. ഗ്രാമത്തിൽ ഒരൊറ്റ പട്ടി കുറച്ചാൽ മതി, എല്ലാ പട്ടിയും അങ്ങോട്ട് കുറയ്ക്കാൻ തുടങ്ങും. നമ്മൾ എന്താ വായ മൂട് മൂബന്ധക്കാരോ, വിഷയം അറിയത്തില്ല. എന്തിനാ കുറയ്ക്കുന്നത്? അതിന് വിഷയം അറിയത്തില്ല. ഈ വിഷയം അറിയാതെ കുറയ്ക്കുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോ അങ്ങ് ആഫാവും. പക്ഷെ വിഷയം അറിഞ്ഞു കുറയ്ക്കുന്നവർ ആഫാകത്തില്ല. അത് പട്ടികൾ എന്ന് പറയുമ്പോ ഒത്തിരി അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നന്ദിയുള്ള ഒരു മൃഗം നമ്മുടെ വീട്ടിൽ വളർത്ത. എന്തെങ്കിലും സ്ട്രീറ്റിൽ ഒരു ബിസ്ക്കറ്റ് ഇട്ടിട്ട് പോയാൽ മതി, അവൻ എപ്പോഴും ഏത് സമയത്ത് ഒരു 5 വർഷം കഴിഞ്ഞ് വന്നാലും അവൻ വാലാട്ടി കാണിക്കും. നന്ദിയുള്ള ഒരു മൃഗം. അവരുടെ ഗ്രൂപ്പിനുള്ള വണ്ണസ് ഇന്ന് എനിക്ക് തോന്നുന്നു ദൈവസഭയ്ക്ക് പോലും ഇല്ല. അതുകൊണ്ടാണ് പട്ടി നക്കി കുടിക്കുന്ന പോലെ 300 പേരെ കൊണ്ട് ഗിദെയോൻ മിദ്യാനരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് വിടുതൽ. ഈ ആൾക്കൂട്ടത്തിലൊന്നും ദൈവം അത്ര വലിയ കാര്യമൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ 3.5 വർഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര വർഷം ട്രെയിനിങ് എടുത്തു? 30 വർഷം. 30 വർഷം ട്രെയിനിങ്. ഇന്ന് ബൈബിൾ കോളേജ് എപ്പ ചാടാന്ന് നോക്കിയിരിക്കുക. ഓരോരുത്തരൊക്കെ എപ്പ ചാടാന്ന് നോക്കിയിരിക്കുക. പുതിയ പുതിയ ടൈപ്പ് ഓഫ് മിനിസ്ട്രീസ്. 3.5 വർഷത്തെ ശുശ്രൂഷയില് ലോകം ഇളകി. മാത്രമല്ല 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോ 120 പേര് എല്ലാം ചേർന്ന് 120 പേരെ കൊണ്ട് ഇന്ന് ലോകത്തിന് വലിയ ഒരു ഷേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥ ശിഷ്യൻ പിന്മാറത്തില്ല. യഥാർത്ഥ ശിഷ്യൻ പിന്മാറത്തില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളും ആ യഥാർത്ഥ ശിഷ്യന്മാരുടെ നിരയിൽ ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 12 ശിഷ്യന്മാരിൽ പത്രോസിനെ നോക്കി എല്ലാത്തിനും അവൻ മുൻപന്തിയില്ല. തള്ളിപ്പറയാനും മുൻപന്തിയില്ല, വെള്ളത്തിൽ മുങ്ങാനും മുൻപന്തിയില്ല,
വെള്ളത്തിൽ മുങ്ങിയാലും തോൽവിയെ സമ്മതിക്കാത്ത പത്രോസ്. വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് എന്ത് ചെയ്തു പത്രോസ്? യേശുവിനെ വിളിച്ചു. യേശു വന്ന് കൈ പിടിച്ച് എവിടെ അവൻ മുങ്ങിയോ അതേ സ്ഥലത്തുകൂടെ അവനെ നടത്തിക്കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ദൈവം. നാം എവിടെ തോൽക്കുന്നോ അവിടെ നമുക്ക് ജയം തരും. അവിടെ ജയം തരും. കാരണം നമ്മളെ മനുഷ്യരല്ല ദൈവം മക്കളെ വിളിച്ചിരിക്കുന്നത്, ജീവനുള്ള ദൈവം. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആകാശത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഞാൻ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം. ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞ ദൈവം. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ മേലും നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ ദൈവം. ഇന്ന് പൽക്കാലം വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ്. അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് മനസ്സുണ്ട്. നമുക്കത് പ്രാപിച്ചെടുക്കുവാനുള്ള വിശ്വാസമുണ്ടോ? അത് പ്രാപിച്ചെടുക്കുവാനുള്ള പ്രത്യാശയുണ്ടോ? അതാണ് ദൈവം നോക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. എന്താണ് ദൈവമേ നീ എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്? നിന്റെ ഹിതം എന്താണ് ദൈവമേ? ഞാൻ എന്ത് ചെയ്യണം അങ്ങയ്ക്ക് വേണ്ടി? അത് ഞാൻ ചെയ്യുവാനാണ്. നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തിക്ക. എന്റെ ഹിതമല്ല ദൈവമേ, നിന്റെ ഹിതം ഞാൻ നിറവേറ്റുവാനാണ്. പകൽക്കാലം എത്ര പേർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോ നമുക്ക് സാധിക്കാതെ പോയിരിക്കാം. എന്നാൽ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനൊക്കും. എനിക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും എന്ത് വന്നാലും ദൈവമേ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ എത്ര പേരെന്ന് പൽക്കാലം പറയുവാനാണ്. മൂന്നാമത്, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്നറിയോ? അനുഗ്രഹിക്കാൻ തന്നെ. അബ്രഹാമിനെ, നമ്മുടെ ആത്മീയ പിതാവ് ആരാണ്? വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയൊരു ജാതിയാക്കും. ആ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. അപ്പൊ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അനുഗ്രഹത്തിന് വേണ്ടി നാം ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ആ അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് അതിന്റെ സമയത്ത് കാലാകാലങ്ങളിലായിട്ട് ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു സമയമുണ്ട്. എന്റെ മിനിസ്ട്രി ഞാൻ 1999 ആ മിഷണറി ഓർഗനൈസേഷനിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച് ഞങ്ങളെ വിട്ടു. 10 വർഷത്തിന് ശേഷം എന്റെ വൈഫ് ഗർഭിണിയായ എന്റെ വൈഫിനോട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എല്ലാ പൊസിഷനും ആ മിഷണറി ഓർഗനൈസേഷനിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, എന്റെ വൈഫ് ഓൾ ഹോസ്പിറ്റൽ മിനിസ്ട്രികൾക്ക് ഇൻചാർജ് ആയിരുന്നു. ഞാൻ ചർച്ചിന്റെ പല ക്രൂസൈഡ് ടീമിന്റെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊടുത്തതിന് ശേഷം പഴയ സൂട്ട് കേസ് എടുത്തു. 10 വർഷത്തിന് ശേഷം 1999 പാട്നയുടെ തലസ്ഥാനമായ ബീഹാറിന്റെ പാട്ന പട്ടണത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. എന്നാൽ ഞങ്ങളുടെ ഡയറക്ടർ പറയുകയുണ്ടായി, ആ മിഷണറി ഓർഗനൈസേഷന്റെ ഡയറക്ടർ പറയുകയുണ്ടായി, പാസ്റ്റർ ജേക്കബ്, 10 വർഷത്തിന് ശേഷം നിനക്കൊരു കുഞ്ഞ് ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഇനി ഒരു വർഷം കൂടി ഇവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം നീ നിനക്ക് ആര് സപ്പോർട്ട് ചെയ്യും? ആരും അവിടെ ഹോസ്പിറ്റലുകളില്ല, നീ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുവരും? ഞാൻ പറഞ്ഞത് ഗോഡ്സ് ടൈം, ഇത് ദൈവത്തിന്റെ സമയമാണ്. എന്നെ പ്രാർത്ഥിച്ചു വിടാൻ പറഞ്ഞു. ദൈവമക്കളെ, എന്റെ ആദ്യത്തെ വീട് ഏതാണെന്നറിയോ? പാട്നയിലെ ആദ്യത്തെ വീട് പാട്ന റെയിൽവേ സ്റ്റേഷൻ. പാട്ന റെയിൽവേ സ്റ്റേഷനിൽ 3 ദിവസം കിടന്നു. ഗർഭിണിയായ എന്റെ ഭാര്യയും കൊണ്ട് ആ പാട്ന റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് ഹാളിലെ 3 രാത്രിയും പകലും താമസിച്ചു. പകൽ എന്നോട് സംസാരിച്ച ആ പ്ലേസ്, എനിക്ക് ദർശനം കാണിച്ച ആ സ്ഥലം എവിടെയാണെന്ന്, അവിടെയുള്ള പൈപ്പുകളില് വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം വൈഫിനെ അവിടെ ആ വെയിറ്റിംഗ് ഹാളിൽ ആക്കിയതിനു ശേഷം ആ സ്ഥലം സർവേ ചെയ്ത് പോയി.
രണ്ടാമത്തെ ദിവസം ആ സ്ഥലം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ദൈവമക്കളെ, 3 ദിവസം എൻ്റെ വീട് പാട്ന റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ ആ പാട്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും ഞങ്ങൾ അവിടെ കടന്നുപോയി. ഇന്ന് 100 കണക്കിന് ശുശ്രൂഷകരെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കി ആ റെയിൽവേ സ്റ്റേഷനിൽ നയിക്കുവാൻ വലിയവനായ നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അവന് വേണ്ടി ഞാനും നിങ്ങളും വിശ്വസ്തരായി നിന്നാൽ മാത്രം മതി. 3 ദിവസത്തിന് ശേഷം ഒരു ചെറിയ വീട് ഞങ്ങൾക്ക് ലഭിച്ചു. ആ വീട്ടിൽ രാവിലെ മുതൽ ഉച്ചവരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഒരു ഹാർമോണിയം തോളിൽ കെട്ടിത്തൂക്കിയിട്ട് ഹാർമോണിയം വായിച്ചുകൊണ്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ കൂടെ 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങും. ഒരു ഗോസ്പൽ പാക്കറ്റ് 25 പൈസയ. ഒരു ഗോസ്പൽ പാക്കറ്റ് 25 പൈസ. ഒരു ന്യൂ ടെസ്റ്റമെന്റ് അന്നത്തെ കാലത്ത് 50 പൈസയ. ഇത് വിറ്റെങ്കിലേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ആരുടെ അടുത്തും 5 പൈസ ചോദിക്കത്തില്ല. ദൈവം ഞങ്ങളെ നടത്തണം. എന്റെ സഹോദരന്മാർ ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, മസ്കറ്റിൽ നിന്നും വെളിയിൽ ഔട്ട് ഓഫ് കൺട്രികളിൽ സെറ്റിൽ ആയിരിക്കുന്ന സഹോദരന്മാർ പറയുകയുണ്ടായി, ഇതാണോടാ പെന്തിക്കോസ്ത് ജീവിതം, ഇതല്ലടാ ശുശ്രൂഷ, വിട്ടുവാ, നീ ചാകാനാണ് അവിടെ പോയി കിടക്കുന്നെന്ന് ചോദിച്ചു. എന്നാൽ ദൈവമക്കളെ, ഒരു ഗോസ്പൽ പാക്കറ്റ് 25 പൈസ. ഒരു ഓപ്പൺ എയറിൽ ഞങ്ങൾ ഒരു 25 രൂപ 30 രൂപ വിൽക്കും. അതില് കിട്ടുന്ന പൈസ കൊണ്ടാണ് അരി സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ടീമായി കഴിഞ്ഞുകൊണ്ടിരുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കടന്നു വരികയുണ്ടായി. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. തന്റെ ബോഡി ഗാർഡോട് അവിടെ കടന്നു വന്നു. അകത്ത് വന്നപ്പോ ഞാൻ ഹാർമോണിയം വായിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രൈസ് ദി ലോർഡ് പറയുന്നത്. അദ്ദേഹം CSI വിശ്വാസിയായിരുന്നു. പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ട്രാക്സില് ജീസസ് ലവ്സ് യു, യേശു ആപ്സെ പ്യാർ കർത്താ ഹൈ. ഓ, ഞാൻ ഈ ട്രാക്സ് എടുത്തോണ്ടാ വന്നത്, നിങ്ങളുടെ അഡ്രസ് ചോദിച്ചോണ്ടാ വന്നത്. ഞാൻ ഈ വീടിന്റെ അടുത്ത സ്ട്രീറ്റില് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ അടുത്ത ജാർഖണ്ഡ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റിലെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഇവിടെ IG ആയിരിക്കുമ്പോൾ പണിത ഒരു വീട് ഇവിടെ ഉണ്ട്. ഈ വീട് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു വിശ്വാസിയെ. എന്നാൽ എനിക്കൊരു പാസ്റ്ററെ കിട്ടി. പാസ്റ്റർ ഇപ്പോൾ ഉടനെ കടന്നു വരണം, ഞാൻ നാളെ ആ വീട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, നിങ്ങൾ ആ വീട്ടിലിരുന്ന് ശുശ്രൂഷിച്ചോ. 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട് എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടി വിൽക്കും. അപ്പോൾ മാത്രം ആ വീട് ഞാൻ മതി. 3.5 വർഷം ആ വീട് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ. ഒരു സെപ്പറേറ്റ് വീട്, എല്ലാ ഉപകരണങ്ങളും ഉള്ള ഒരു വീട്. ഞങ്ങൾ ഗോസ്പൽ പാക്കറ്റ്, ഞങ്ങളുടെ ആദ്യത്തെ കട്ടില് ഗോസ്പൽ പാക്കറ്റുകൾ വെച്ച് അതിലായിരുന്നു ആദ്യത്തെ കട്ടില്. എന്നാൽ അതിൽ അധികം കിടന്നില്ല, 3 മാസമേ കിടന്നുള്ളൂ. 4ാമത്തെ മാസം ദൈവം 2 നിലയുള്ള ഒരു സെപ്പറേറ്റ് വീട്ടിലേക്ക് മാറ്റി. ടോട്ടൽ ഫ്രീ. ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം കെട്ടിയാൽ മതി. അതും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾക്ക് ചില ഓഫറിങ്ങൾ കൊടുത്തിട്ട് പോകും. ആ പ്രദേശത്തുള്ള ജനമെല്ലാം എന്തോ പറഞ്ഞെന്നറിയാവോ, फादर तो 3 महीना का अंतर्गत में बड़ा मकान खरीद लिया, इनको तो पैसा बाहर से आते. 3.5 വർഷം ആ വീട്ടിൽ ശുശ്രൂഷിച്ചു. 3.5 വർഷത്തിനുള്ളിൽ അനേക ആത്മാക്കളെ ദൈവം തന്നു. അനേക ആത്മാക്കളെ ദൈവം കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും മുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി നീ വിശ്വാസ ജീവിതത്തിൽ സ്ട്രോങ് ആണെങ്കിൽ, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം. എന്റെ വൈഫിന് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പൈസ ഇല്ല. അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കത്തോലിക്ക ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലില് 10 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. അപ്പോ ഒരാഴ്ച മൊത്തം ഞങ്ങൾ ഗോസ്പൽ വർക്ക് ചെയ്തു. ഒരു 300-350 രൂപ ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ വൈഫിനെ കൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ 10 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ സാക്ഷി
അവിടെ ഡോക്ടർ ഫാദറും സിസ്റ്റേഴ്സുമാണ്. എന്നാൽ ഡോക്ടർ വെളിയിൽ നിന്ന് വരുന്ന ഡോക്ടറിനെയാണ് അവർ വെച്ചേക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിക് ഹസ്ബൻഡ് വൈഫ്. അതൊരു മാർവാടി ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം പറയുണ്ടായ, സിസ്റ്റർ നിങ്ങൾ ഇത്രയും നല്ല ജോലി വിട്ടിട്ട് വന്നു, ഈ പട്ടണത്തിൽ വന്നു, ഈ മോശമായ പട്ടണത്തില് ഞങ്ങൾ ഡോക്ടർമാരെ എല്ലാം കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കൊല്ലുന്ന ഈ പട്ടണത്തില്, അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് നല്ല ഫെസിലിറ്റി തരാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിനിക്ക് വേറെയുണ്ട്, അവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ അടുത്തുനിന്ന് പൈസ അടിക്കാനൊക്കെയുള്ള പരിപാടിയാണ്. നമുക്ക് എപ്പോഴും മാനസിക ചിന്തയാണ് എന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ ദൈവാത്മാവിനോട് സംസാരിച്ചു. അടുത്ത 3 ദിവസത്തിന് ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. എല്ലാ ട്രീറ്റ്മെന്റും സ്കാൻ ചെയ്യുകയാണ്, ബ്ലഡ് ടെസ്റ്റ് എല്ലാം സ്റ്റാർട്ടായി. ഞാനപ്പോ കമ്പൗണ്ടർ, അവിടെ ഡോക്ടേഴ്സ് ഡയറക്റ്റ് പേഷ്യന്റിന്റെ അടുത്ത് ഒരു കണക്ഷനും വെക്കത്തില്ല. കാരണം ഡോക്ടർമാര് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ കമ്പൗണ്ടർമാരാണ് ഈ പൈസ വാങ്ങിക്കുന്ന, രജിസ്ട്രേഷൻ ചെയ്യുന്ന എല്ലാം. ഡോക്ടർ ഓൺലി ഫോർ ചെക്കപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ കമ്പൗണ്ടറിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജസ്റ്റ് ഒരു ജനറൽ ഒരു ടെസ്റ്റ് മാത്രം മതി, ഇത്രയും ചെക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ തരാനില്ല. എന്റെ അടുത്ത് ഫാദർ ആപ്പ് ചുച്ചാപ്പ് രഹിയേന ഡോക്ടർ ജോ ബോലാ ഹൈ വോ ഹം കരേംഗെ. മക്കളെ, രാവിലെ 8:30 മണിക്ക് ഫാസ്റ്റിങ്ങോടെ പോയതാണ്. ഇടയ്ക്ക് സമോസായും ടീയും ഞങ്ങൾക്ക് ലഭിച്ചു. എല്ലാ ഉച്ചയ്ക്കുള്ള ആഹാരങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. 3 മണിയായപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ सारा चेकअप खत्म हो गया, आपका वाइफ वेरी नॉर्मल, आप लोग खुशी के साथ जाइए. ഞാൻ കമ്പൗണ്ടറിന്റെ അടുത്ത് നോക്കിയപ്പോൾ 1850 രൂപയോളം ബില്ല് വന്നു. ഞാൻ 250 രൂപ കൊടുക്കുവാനായിട്ട് എടുത്തപ്പോൾ കമ്പൗണ്ടർ പറയുകയാണ്, फादर इसमें क्या लिखा हुआ देखिए ना, आपका प्रिस्क्रिप्शन में फ्री लिखा हुआ है, फ्री लिखा हुआ है. ഞാൻ ആ പേപ്പർ എടുത്ത് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ അവനെന്റെ അടുത്ത് പൈസ വാങ്ങി തരുന്നു പറഞ്ഞു, ഫാദർ ഈ പട്ടണത്തിൽ നിങ്ങൾ എത്ര വർഷമുണ്ടോ അത്രയും വർഷം നിങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഒരു പൈസയും തരണ്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം യേശു എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ട്രീറ്റ്മെന്റ് തരുവാ. മക്കളെ, എന്റെ വൈഫിന്റെ സിസേറിയൻ ആയിരുന്നു. 10-25,000 രൂപ അവിടെ ചിലവായി. എന്നാൽ ഒരു സിംഗിൾ മണി അദ്ദേഹം വാങ്ങിച്ചു. സ്പെഷ്യൽ ജനറേറ്റർ സെപ്പറേറ്റ് ആയിട്ടൊരു ഹോളില് ജനറേറ്റർ ഫെസിലിറ്റിയോട് ഞങ്ങളെ വെച്ചു. 18 ദിവസത്തോളം അവിടെ വെച്ച് ട്രീറ്റ്മെന്റുകൾ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. ഇന്ന് ഞാനും ആ ഡോക്ടർ മോർണിംഗ് വാക്കില് ഞങ്ങൾ രണ്ടുപേരും വോക്കിംഗ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്തെങ്കിലും മുതൽ മുടക്കിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും വിശ്വസ്തരായി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. യേശുവിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ചില തോൽവികൾ വന്നിരിക്കാം. അതൊന്നും തിന്മയ്ക്കായിട്ടല്ല, അതൊന്നും തിന്മയ്ക്കായിട്ടല്ല ദൈവമക്കളെ, അതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രം. ഇവിടെ ഇരിക്കുന്നവർ ചിലർ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ബാധിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ ശക്തമായിട്ട് സംസാരിക്കുക. നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഞാൻ ലാഭമാക്കി തരുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലെ തോൽവികളെ ഗിദെയോനെ പോലെ, ദൈവമേ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു സംഭവിച്ചു? നീ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് പറയുക, പകൽക്കാലം ഈ ബലത്തോടെ നീ പോ, ഈ ബലത്തോടെ നീ പോ. നിന്നെ കൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ പോകുന്നു. ഞാൻ അറിയാതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിലെ തോൽവികളെ ഞാൻ ജയമായി അത് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കാൻ ദർശനത്തിന് ദൈവം ഒരു അറുതി വെച്ചിട്ടുണ്ട്, സമയം വെച്ചിട്ടുണ്ട്. അത് താമസമായാലും ദൈവം നിറവേറ്റും. പ്രശ്നങ്ങളുടെ മധ്യയിൽ, പോരാട്ടങ്ങളുടെ മധ്യയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം തീരും. യേശുവിനെ സ്നേഹിക്കുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ സ്നേഹം നാം യേശുവിനെ സ്നേഹിക്കുന്നത് പ്രകാരമാണ്. യേശുവിനെ നാം സ്നേഹിക്കുന്ന പ്രകാരമാണ്. ഇന്ന് പകൽക്കാലം
ദൈവം ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നു. മനുഷ്യനോ മുഖത്തെ നോക്കുന്നു, ദൈവമോ നമ്മുടെ ഹൃദയങ്ങളിൽ. പന്ത്രണ്ട് ഗോത്ര തലവന്മാരിൽ ഇല്ലാത്ത ഒരു സ്വഭാവം കാലേബിലും യോശുവാവിലും ഉണ്ടായി. വേറൊരു സ്വഭാവമുള്ളവരായി നമുക്ക് മാറാം. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവർ. കാലം ദൈവസഭയെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം ചിലതെല്ലാം ജീവിതത്തിൽ ചെയ്തെടുക്കുവാനാകും. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാലം ആ തീരുമാനങ്ങളെ നമുക്ക് എടുക്കാം. അനേക സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുത്ത് എന്നാൽ സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ആ തീരുമാനങ്ങളെ എന്നെ കൊണ്ട് പൂർണ്ണമായി ചെയ്ത് സാധിക്കുവാൻ പറ്റാതെ പോയി എന്ന് പറയുന്ന ചിലരിവിടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന, തോൽവികളെ ജയമാക്കി തീർക്കുന്ന പൂർണ്ണമായി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. രാത്രിപാൽക്കാലം നമുക്കായി തീരാം. നമുക്ക് ചേർന്ന് പാടാം. നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ Yes.